ദുഹാ നിസ്കാരം എത്ര റക്അത്താണ്? എത്ര റക്അത്താണ് ദുഹാ നിസ്കാരം? എങ്ങനെ? ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്? 2 റക്അത്താണ് അല്ലെ? 2ൽ കുറവ് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. 2ൽ കുറവുള്ള ഒരേ ഒരു നിസ്കാരമുള്ളൂ. അതേതാണ്? രാത്രി നിസ്കാരം വിത്റാക്കുമ്പോൾ അല്ലെ 1 റക്അത്ത്. ഏറ്റവും ചുരുങ്ങിയത് രാത്രി നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് എന്താണ്? 1 റക്അത്താണ്. അതേ 1 റക്അത്തുള്ള നിസ്കാരമുള്ളൂ. ബാക്കിയുള്ള എല്ലാ സുന്നത്ത് നിസ്കാരവും 2ഓ അതിലധികമോ ആണ്. അപ്പോൾ ദുഹാ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്? 2 റക്അത്താണ്. അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണല്ലോ, വറകഅതൈ അദ്ദുഹ, നബി എനിക്ക് വസിയത്തായിട്ട് പറഞ്ഞത് എന്താണ്? 2 റക്അത്ത് ദുഹ നിസ്കരിക്കാനാണ്. അപ്പോൾ അവിടെ 2 റക്അത്ത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു എല്ലാ ദിവസവും മനുഷ്യന്റെ ഓരോ സന്ധിക്ക് എന്തുണ്ട്? സ്വതക്കയുണ്ട്. അതെങ്ങനെയാണ്? 2 റക്അത്ത് ദുഹ നിസ്കരിച്ചാൽ ഇതിന് എല്ലാത്തിനും ഉള്ളതായി എന്നൊക്കെ പറഞ്ഞിടത്തൊക്കെ 2 റക്അത്ത് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. ഏറ്റവും കൂടിയതോ എത്ര വേണമെങ്കിലും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2ൽ കൂടുതൽ നിസ്കരിച്ചിട്ടുണ്ടോ? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്തിൽ കൂടുതൽ ദുഹാ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ആയിഷ ബീവിന്റെ അടുക്കൽ വന്നിട്ട് മുആദ റഹിമഹുല്ലാ അവർ ചോദിക്കുന്നുണ്ട്, കം കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി സ്വലാത്ത ദുഹാ, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നിസ്കാരം എത്ര റക്അത്താണ് നിസ്കരിച്ചിരുന്നത്? അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, 4 റക്അത്തിൻ വയസീദു മാ ശാഅ. എത്ര നിസ്കരിച്ചത്? 4 റക്അത്താണ്. 4 എന്ന് പറഞ്ഞാൽ എത്ര അബൂബക്കറെ? 4 റക്അത്താണ് നബി നിസ്കരിച്ചത്. വയസീദു മാ ശാഅ, പിന്നെ നബി ഉദ്ദേശിക്കുന്ന അത്ര എന്ത് ചെയ്തിരുന്നു? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. വേറൊരു ഹദീസിൽ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മക്കാ വിജയ ദിവസം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വീട്ടിൽ വെച്ച് സ്വല്ലാ 8 റക്അത്തിൻ സുബ്ഹത്ത ദുഹാ, ദുഹാ നിസ്കാരം 8 റക്അത്ത് നിസ്കരിച്ചു എന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു റിപ്പോർട്ടിൽ 4 റക്അത്തും പിന്നെ നബി ഉദ്ദേശിക്കുന്ന അത്രയും നിസ്കരിച്ചിരുന്നു എന്ന് കാണാം. മക്ക വിജയ ദിവസം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്നും കാണാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുഹാ നിസ്കാരത്തിന് ഒരു നിശ്ചിത എണ്ണം ആരും നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ ഒരാൾക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം? ദുഹാ നിസ്കാരം നിർവഹിക്കാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഒരാൾ ദുഹാ നിസ്കാരത്തിന്റെ ആദ്യ സമയം മുതൽ അവസാന സമയം വരെ നിന്ന് നിസ്കരിച്ചു. ഒരു 40 റക്അത്ത് മൂപ്പരാണ്ട് നിസ്കരിച്ചു. ആ 40 റക്അത്തും എന്തായിട്ടാണ് പരിഗണിക്കുക? ദുഹാ നിസ്കാരമായിട്ട് തന്നെയാണ് പരിഗണിക്കുക. അപ്പൊ ഒരു നിശ്ചിത എണ്ണം ചെയ്തിട്ടില്ല, ആ വിഷയത്തിൽ വന്നിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. ഏറ്റവും കൂടിയത് എത്ര വേണമെങ്കിലും ആകാം എന്നതാണ് അവിടെയുള്ള ശരിയായ അഭിപ്രായം. ഇനി 2ൽ കൂടുതൽ നിസ്കരിക്കുന്നതെങ്കിൽ ഓരോ 2 റക്അത്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? സലാം വീട്ടുക. 2 റക്അത്ത് കഴിഞ്ഞിട്ട് സലാം വീട്ടാതെ ഒറ്റയാക്കിയിട്ട് ഇപ്പൊ 4 റക്അത്ത് ഒരാൾ നിസ്കരിക്കുന്നത്. അപ്പോൾ 2 റക്അത്ത് കഴിഞ്ഞിട്ട് സലാം വീട്ടാതെ എഴുന്നേറ്റ് വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതല്ല രൂപം. 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക, പിന്നെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുക? 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൽ ലൈലി വൻ നഹാരി മസ്ന മസ്ന, രാത്രി നിസ്കാരവും പകലിലെ നിസ്കാരവും എന്താണ്? മസ്ന മസ്ന, ഈ രണ്ടായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇതാണ് ആ പറഞ്ഞതിനുള്ള തെളിവ്. ഹദീസിന്റെ വിഷയത്തിൽ ചർച്ചയുണ്ട്. ഇനി ഒരാൾ 4 റക്അത്ത് നിസ്കരിച്ചു, എങ്ങനെ? ഒറ്റ സലാമോട് കൂടി. അയാൾ 2 സലാം വിട്ടില്ല, ഇടയിൽ സലാം വിട്ടാതെ എന്ത് ചെയ്തു? 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിച്ചു. നിസ്കാരം ശരിയാണോ? നിസ്കാരം എന്താണ്? സ്വീകാര്യോഗ്യമാണ്. എന്നാൽ അവിടെ അങ്ങനെ 4ആയിട്ട് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് ചെയ്യാൻ പാടില്ല? 2 റക്അത്ത് കഴിഞ്ഞിട്ട് തശഹൂദിൽ ഇരിക്കരുത്. ദുഹറിനോട് സാദൃശ്യമുള്ള പോലെ ആകരുത് നിസ്കരിക്കേണ്ടത്. നേരത്തെ നമ്മൾ വിത്ർ പറഞ്ഞല്ലോ, വിത്ർ 3 ഒരുമിച്ച് നിസ്കരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? മഗ്രിബ് പോലെ 2ാമത്തെ റക്അത്തിൽ എന്ത് ചെയ്യരുത്? തശഹൂദിൽ ഇരിക്കാതെ നേരെ എഴുന്നേൽക്കാണ് വേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ ദുഹാ നിസ്കാരം ഒരാൾ 4ആയിട്ടാണ് നിർവഹിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യരുത്? 2ാമത്തെ റക്അത്തിൽ തശഹൂദിൽ ഇരിക്കാതെ നേരെ എഴുന്നേൽക്കുക. ഒറ്റ തശഹൂദേ ഉണ്ടാവുള്ളൂ അവസാനത്തിൽ. എന്നിട്ട് സലാം വിട്ടുക. ഏറ്റവും നല്ലത് 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രൂപം. അതാണ് വേണ്ടത്. എന്നാൽ ഒരാൾ ഇങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ അത് അയാളുടെ നിസ്കാരത്തെ ബാധിക്കുകയില്ല. എന്നാൽ 2 റക്അത്തായിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടത്.